മതി മതി ഇത് നീ എന്നെ കൊടുക്കാൻ വേണ്ടി തെറ്റ് തിരുത്തിയിട്ടുണ്ടെങ്കിൽ തിരിച്ചെടുക്കാൻ സാധിക്കും എന്നുള്ള MV ജയരാജൻ്റെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. അതിനോട് ടീച്ചറിൻ്റെ നിലപാടെന്താണ്? അതിപ്പോൾ ഞാൻ വീണ്ടും പറയേണ്ട ഒരു കാര്യമില്ല. അതിനെ സംബന്ധിച്ച് ഇന്നലെ VP ജയരാജൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട്. വളരെ പാർട്ടിയുടെ നിലപാടിനോടൊപ്പം നിന്നുകൊണ്ട് ഞാൻ ആ സെക്രട്ടേറിയറ്റിൽ പങ്കെടുത്ത ഒരാളുമല്ല, അതിൽ ചർച്ച വന്നിരുന്നു എന്നാണ് അറിഞ്ഞത്. അദ്ദേഹം അതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ഒരു മറുപടി നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരമായിട്ട് നൽകിയിട്ടുണ്ട്. വീണ്ടും ഞാൻ അതിനെ സംബന്ധിച്ച് പറയേണ്ട ഒരു ആവശ്യം എന്താ ഉള്ളത്? പ്രത്യേക കേന്ദ്ര കമ്മിറ്റി യോഗമൊക്കെയാണ് ചേരാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെ തരത്തിലുള്ള മാറ്റങ്ങളായിരിക്കും ഇനി ഇടതുപക്ഷത്തിൽ? പറയാൻ പറ്റില്ല. നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ കേരളത്തിലെ മൊത്തം ഏരിയ കമ്മിറ്റികളും ലോക്കൽ കമ്മിറ്റികളും എല്ലാം ചേർന്നു ഞങ്ങൾക്ക് പറ്റിയിട്ടുള്ള പിഴവുകളെ സംബന്ധിച്ച് പരിശോധിച്ചു. ആ പരിശോധനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടി സെൻട്രൽ കമ്മിറ്റി തയ്യാറാക്കിയ റിപ്പോർട്ടിന് മേലെ ഞങ്ങൾ ചർച്ച ചെയ്യും. നേതൃമാറ്റം വേണമെന്നുള്ള അഭിപ്രായം അതിനെപ്പറ്റിയൊന്നും നമുക്കിപ്പോൾ പറയാൻ പറ്റുന്നതല്ല. ഇത് പരാജയം ഇതിന് മുൻപും ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്, തിരുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്, ജയിച്ചിട്ടുണ്ട്, വീണ്ടും നമുക്ക് തിരിച്ചടി കിട്ടിയിട്ടുണ്ട്. ഇത് കേരളത്തിൽ ഒരു പുത്തനൊന്നുമല്ല. ടീച്ചർ ആരോഗ്യമന്ത്രിയായിരുന്നു, ശൈല ടീച്ചർ ആരോഗ്യമന്ത്രിയായിരുന്നു, വീണ ജോർജ് ആരോഗ്യമന്ത്രി. ആ സമയത്ത് ഒരുപാട് ആരോപണങ്ങളൊക്കെ നേരിട്ടിട്ടുള്ള ആൾ കൂടിയാണ്. ഇപ്പോഴേ ഒരുപാട് പകർച്ചവ്യാധികളും പനികളും ഒക്കെ ഉണ്ടതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പറഞ്ഞിട്ട് ഇവിടെ നിർത്താം. അതിനകത്ത് എന്താ മതി മതി ഇത് നീ എന്നെ കൊടുക്കാൻ വേണ്ടി ശ്രീമതി വിവിധ വിഷയങ്ങളുള്ള പ്രതികരണമാണ് നടത്തിയിരിക്കുന്നത്.